ഹലോ ഫ്രണ്ട്സ്, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സെറ്റ് ജനുവരി 2026 നടക്കുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി വരുന്ന HSA എക്സാമുകൾക്കും സെറ്റ് നിർബന്ധമാക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനി ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ പാസ്സാകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സസാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇൻ്റർനാഷണൽ റിലേഷൻ എന്ന ടോപ്പിക്കിലേതാണ്. അതിലെ കുറച്ച് ഇൻട്രൊഡക്ഷനും അതുപോലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ബുക്സും അതിൻ്റെ ഓതേഴ്സും പിന്നെ ബുക്സ് പബ്ലിഷ് ചെയ്ത പ്രധാനപ്പെട്ട ഇയേഴ്സും പിന്നെ ഈ കഴിഞ്ഞ ജൂലൈ 2025 നടന്ന സെറ്റ് എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ്റർനാഷണൽ റിലേഷൻസ് അഥവാ അന്തർദേശീയ ബന്ധങ്ങൾ എന്ന ടോപ്പിക്കിനെ കുറിച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കിപ്പോകാം. ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒരു ബുക്കും പേനയും കൂടി എടുത്തു വെച്ചിരിക്കണം. പോയിന്റ്സ് എല്ലാം എഴുതി പഠിച്ച് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സാണ് ഞാൻ ഓരോ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രിഫേസ് ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. പ്രിഫേസ് മീൻസ് ആമുഖം. The term international relation was first used by Jeremy Bentham later part of the 18th century. The ultimate objective of the behavioralist scholar is to develop a general theory of international relation. The rational approach was rooted largely in political science and drew heavily from history and philosophy. The realist tradition, where states were in the constant state of competition for power, focused on securing power through military might. Idealists based off ideas for morals such as peace, not motivated by power politics. The term international relation was first used by Jeremy Bentham, later part of the 18th century. അന്താരാഷ്ട്ര ബന്ധം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജെർമി ബെന്താം ആണ്. The ultimate objective of the behavioralist scholar is to develop a general theory of international relation. ബിഹേവിയറിസ്റ്റ് പണ്ഡിതന്റെ ആത്യന്തിക ലക്ഷ്യം ഇന്റർനാഷണൽ റിലേഷന്റെ ഒരു പൊതു സിദ്ധാന്തം വികസിപ്പിക്കുക എന്നതാണ്. The rational approach was rooted largely in political science and drew heavily from history and philosophy. യുക്തിപരമായ സമീപനം പ്രധാനമായും രാഷ്ട്രീയ ശാസ്ത്രത്തിൽ വേരൂന്നിയതും ചരിത്രത്തിൽ നിന്നും തത്വചിന്തയിൽ നിന്നും വളരെയധികം സ്വീകരിച്ചതുമായിരുന്നു. The realist tradition, where states were in a constant state of competition for power, focused on securing power through military might. റിയലിസ്റ്റ് ട്രഡിഷൻ അഥവാ റിയലിസ്റ്റ് പാരമ്പര്യം സംസ്ഥാനങ്ങൾ അധികാരത്തിന് വേണ്ടി നിരന്തരം മത്സരിക്കുന്ന അവസ്ഥയിലായിരുന്നു. സൈനിക ശക്തിയിലൂടെ അധികാരം നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഐഡിയലിസ്റ്റ് ബേസ്ഡ് ഓൺ ഐഡിയാസ് ഫോർ മോറൽസ് സച്ച് ആസ് പീസ്, നോട്ട് മോട്ടിവേറ്റഡ് ബൈ പവർ പൊളിറ്റിക്സ്. അധികാര രാഷ്ട്രീയത്താൽ പ്രചോദിതരാകാതെ സമാധാനം പോലുള്ള ധാർമ്മികതയെക്കുറിച്ചുള്ള ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആദർശവാദികൾ. അതായത് ഐഡിയലിസ്റ്റ് ചിന്തകർ പ്രധാനമായും രാഷ്ട്രീയത്തിലല്ല, സമാധാനം പോലുള്ള ധാർമ്മികതയെക്കുറിച്ചുള്ള ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തത്വങ്ങളായിരുന്നു പ്രചരിപ്പിച്ചത്. The realist approach was profound in the early writings of Thucydides, Machiavelli and Thomas Hobbes, and so often associated with or philosophical doctrine of John Locke. Realist thoughts international conflict was ultimately solved by the war, accepted the idea of struggle for power. The basic assumption of realism, international anarchy. The state is a prominent actor in world politics, state as a protector of territory. The realist approach was propounded in the early writings of Thucydides, Machiavelli and Thomas Hobbes, and so often associated with the or philosophical doctrine of John Locke.
തൂസിഡൈസ്, മാക്കിയവെല്ലി, തോമസ് ഹോബ്സ് എന്നിവരുടെ ആദ്യകാല രചനകൾ യാഥാർത്ഥ്യവാദ സമീപനം ആഴമേറിയതായിരുന്നു. അതിനാൽ പലപ്പോഴും ജോൺ ലോക്കിന്റെ ദാർശനിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരുന്നു ഇത്. Realist thoughts. International conflict was ultimately solved by the war. Accepted the idea of struggle for power. യഥാർത്ഥ ചിന്തകൾ. അന്താരാഷ്ട്ര സംഘർഷം ആത്യന്തികമായി യുദ്ധത്തിലൂടെ പരിഹരിക്കപ്പെട്ടു. അധികാരത്തിനായുള്ള പോരാട്ടം എന്ന ആശയം സ്വീകരിച്ചു. ദ ബേസിക് അസംഷൻ ഓഫ് റിയലിസം. International anarchy. The state is a prominent actor in world politics. State as a protector of territory. റിയലിസത്തിൻ്റെ ബേസിക് അസംഷൻസ് നോക്കാം. ഇൻ്റർനാഷണൽ അനാർക്കി, അന്താരാഷ്ട്ര അരാജകത്വം. ദ സ്റ്റേറ്റ് ഈസ് എ പ്രോമിനൻ്റ് ആക്ടർ ഇൻ വേൾഡ് പൊളിറ്റിക്സും, ലോക രാഷ്ട്രീയത്തിൽ സംസ്ഥാനം ഒരു പ്രമുഖ ഘടകമാണ്. സ്റ്റേറ്റ് ആസ് എ പ്രൊട്ടക്ടർ ഓഫ് ടെറിട്ടറി, അതായത് ഭൂപ്രദേശത്തിൻ്റെ സംരക്ഷകൻ സ്റ്റേറ്റാണ്. This world is for Morgenthau a world of opposing interest and of conflict among them. He defined power as anything that established and maintained the control of man over man. Peace through transformation means disarmament, collective security, judicial statement, peaceful change and international government. Peace through accommodation means schemes of the world state creating a world community. This world is for Morgenthau a world of opposing interest and of conflict among them. ഈ ലോകം മോർഗന്തോവിനുള്ളതാണ്. അവർക്കിടയിൽ പരസ്പര വിരുദ്ധമായ താൽപ്പര്യങ്ങളുടെയും സംഘർഷങ്ങളുടെയും ലോകം. He defined power as anything that established and maintains the control of man over man. അദ്ദേഹം അധികാരത്തെ മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ നിയന്ത്രണം സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതെന്തും എന്ന് നിർവചിച്ചു. പീസ് ത്രൂ ട്രാൻസ്ഫർമേഷൻ മീൻസ് ഡിസാമമെന്റ് അഥവാ നിരായുധീകരണം, കളക്റ്റീവ് സെക്യൂരിറ്റി കൂട്ടായ സുരക്ഷ, ജുഡീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ജുഡീഷ്യൽ പ്രസ്താവന, പീസ്ഫുൾ ചേഞ്ച് സമാധാനപരമായ മാറ്റം, ഇന്റർനാഷണൽ ഗവൺമെന്റ് അന്താരാഷ്ട്ര സർക്കാർ. പീസ് ത്രൂ അക്കോമഡേഷൻ മീൻസ് സ്കീംസ് ഓഫ് ദി വേൾഡ് സ്റ്റേറ്റ് ക്രിയേറ്റിംഗ് എ വേൾഡ് കമ്മ്യൂണിറ്റി. Contemporary realism is largely American in origin. It consists of both scientific in approach and a normative approach. Some classical realists are Thucydides, Niccolò Machiavelli, Thomas Hobbes. Contemporary realists are George Kennan, Hans J. Morgenthau. ഇത് ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ക്ലാസിക്കൽ റിയലിസ്റ്റ് ഏതാ, കണ്ടംപററി റിയലിസ്റ്റ് ആരൊക്കെയാണെന്ന് ചോദിക്കും. തിരിഞ്ഞു പോകാതെ ഇത് പഠിച്ചു വെച്ചിരിക്കണം. ക്ലാസിക്കൽ റിയലിസ്റ്റ് ആണ് ടൂസിഡൈസ്, നിക്കോളോ മാക്കവെല്ലി, തോമസ് ഹോബ്സും. കണ്ടംപററി റിയലിസ്റ്റ് ജോർജ് കെന്നൻ, ഹാൻസ് ജെ മോർഗന്തോ. ഇതെല്ലാം നോട്ട്സ് എഴുതി പഠിച്ചു തന്നെ പോകണം. ഇനി പ്രധാനപ്പെട്ട ബുക്സും അതിൻ്റെ ഓതേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സും നോക്കാം. ഡണ്ണിങ്, എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറീസ് 1902. സബൈൻ, എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി 1937. ഡണ്ണിങ്, എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറീസ്. തിയറീസ് വരുന്നത് ഡണ്ണിങ്ങും തിയറി വരുന്നത് സബൈനും. എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറീസ് 1902 ഡണ്ണിങ്, എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി 1937 സബൈൻ. Macbean, The Growth of Political Thought in the West 1932. The Growth of Political Thought in the West 1932 Macbean. David Robertson, A Dictionary of Modern Politics. David Robertson, a Dictionary of Modern Politics. S.M. Lipset, Political Man. S.M. Lipset, Political Man. Theda Skocpol, Bringing the State Back In. Theda Skocpol, Bringing the State Back In. Giovanni Sartori, From Sociology of Politics to Political Sociology. Giovanni Sartori, From Sociology of Politics to Political Sociology. Hannah Arendt, The Human Conditions 1858. Hannah Arendt, The Human Conditions 1858. ഇതെല്ലാം പ്രധാനപ്പെട്ട ബുക്സാണ്, പഠിച്ചു തന്നെ പോകണം.
ഇനി നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കാം. അത് കഴിഞ്ഞ ജൂലൈ 2025 നടന്ന എ കോഡ് ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Which one of the following is not the objective of Panchayat extension to scheduled areas? PESA Act in 1996. 1996 പഞ്ചായത്ത് വിപുലീകരണ ഷെഡ്യൂൾഡ് ഏരിയാസ് നിയമത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ടു പ്രൊവൈഡ് സെൽഫ് ഗവേണൻസ് സ്വയം ഭരണം നൽകുക, ടു റെക്കഗ്നൈസ് ട്രഡീഷണൽ റൈറ്റ്സ് പരമ്പരാഗത അവകാശങ്ങൾ അംഗീകരിക്കുക, ടു ക്രിയേറ്റ് ഓട്ടോണമസ് റീജിയൻസ് ഇൻ ട്രൈബൽ ഏറിയാസ് ആദിവാസി മേഖലകളിൽ സ്വയംഭരണം പ്രദേശങ്ങൾ സൃഷ്ടിക്കുക, ടു ബി ട്രൈബൽ പീപ്പിൾ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ ആദിവാസി ജനതയെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ടു ക്രിയേറ്റ് ഓട്ടോണമസ് റീജിയൻസ് ഇൻ ട്രൈബൽ ഏറിയാസ് ആദിവാസി മേഖലകളിൽ സ്വയംഭരണ പ്രദേശങ്ങൾ സൃഷ്ടിക്കുക. നോട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി പെസ എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട് നല്ല രീതിയിൽ വായിച്ച് നോക്കിയിട്ട് വേണം ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 1996 പഞ്ചായത്ത് വിപുലീകരണ ഷെഡ്യൂൾഡ് ഏരിയാസ് നിയമത്തിൻ്റെ ലക്ഷ്യം അല്ലാത്തത് ഏതെന്നാണ്. അപ്പം ബാക്കി മൂന്നും അതിൻ്റെ ലക്ഷ്യങ്ങളാണ്. അപ്പം അതും പഠിച്ചെടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ USA ഹൂ എമംഗ് ദി ഫോളോവിങ് യൂസസ് ഫിലിബസ്റ്റർ? ദ ഓപ്ഷൻ എ ദ കോൺഗ്രസ് ടു പ്രഷറൈസ് the President, B. the members of the Senate to obstruct the passage of a bill, the President to prevent the introduction of a bill in Congress, employers to break up an employees' strike. In the USA, who among the following uses filibuster? USA-യിൽ താഴെ പറയുന്നവരിൽ ആരാണ് ഫിലിബസ്റ്റർ ഉപയോഗിക്കുന്നത്? പ്രസിഡന്റിൽ സമ്മർദ്ദം ചെലുത്താൻ കോൺഗ്രസ്, ദി കോൺഗ്രസ് ടു പ്രഷറൈസ് ദ പ്രസിഡന്റിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി കോൺഗ്രസ്, ദ മെമ്പേഴ്സ് ഓഫ് ദി സെനറ്റ് ടു ഒബ്സ്ട്രക്ട് ദ പാസേജ് ഓഫ് എ ബിൽ ഒരു ബിൽ പാസ്സാകുന്നത് തടയാൻ സെനറ്റിലെ അംഗങ്ങൾ, ദ പ്രസിഡന്റ് ഓഫ് ടു പ്രിവെൻറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ ഇൻ കോൺഗ്രസിൽ ഒരു ബിൽ അവസാനിപ്പിക്കുന്നത് തടയാൻ പ്രസിഡന്റ്. ഓപ്ഷൻ ഡി എംപ്ലോയേഴ്സ് ടു ബ്രേക്ക് അപ്പ് ആൻഡ് എംപ്ലോയീസ് സ്ട്രൈക്ക് ജീവനക്കാരുടെ പണിമുടക്ക് പൊളിക്കാൻ തൊഴിലുടമകൾ. ഇവരിൽ ആരാണ് ഫിലിബസ്റ്റർ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ മെമ്പേഴ്സ് ഓഫ് ദി സെനറ്റ് ടു ഒബ്സ്ട്രക്ട് ദ പാസേജ് ഓഫ് എ ബിൽ ഒരു ബിൽ പാസ്സാക്കുന്നത് തടയാൻ സെനറ്റ് അംഗങ്ങളാണ് ഫിലിബസ്റ്റർ ഉപയോഗിക്കുന്നത്. What is filibuster? A filibuster is a parliamentary procedure used in the US Senate to delay or block a vote on a bill by prolonging debate, often through extended speeches. The tactics is sometimes called talking a bill to death and can be used by one or a group of senators to prevent legislation from passing. Ending a filibuster requires a procedure called closure, which requires a 3/5 majority vote of the Senate or 60 votes to end debate and force a final vote. A filibuster is a parliamentary procedure used in the US. ഒരു ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് വൈകിപ്പിക്കുന്നതിനോ തടയുന്നതിനോ US സെനറ്റിൽ ഉപയോഗിക്കുന്ന ഒരു പാർലമെന്റ് നടപടിക്രമമാണ് ഫിലിബസ്റ്റർ. പലപ്പോഴും ദീർഘകാല പ്രസംഗങ്ങളിലൂടെ ചർച്ച നീട്ടിക്കൊണ്ട് ഈ തന്ത്രത്തെ ചിലപ്പോൾ ഒരു ബിൽ മരണത്തോട് സംസാരിക്കൽ എന്ന് വിളിക്കുന്നു. The tactics is sometimes called talking a bill to death and can be used by one or a group of senators to prevent legislation from passing. ഈ തന്ത്രത്തെ ചിലപ്പോൾ ഒരു ബിൽ മരണത്തോട് സംസാരിക്കൽ എന്ന് വിളിക്കുന്നു. കൂടാതെ നിയമനിർമ്മാണം പാസ്സാക്കുന്നത് തടയാൻ ഒന്നോ ഒരു കൂട്ടം സെനറ്റർമാരോ
ഒന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം സെനറ്റർമാരോ ഉപയോഗിക്കാം. ഒരു ഫിലിബസ്റ്റർ അവസാനിപ്പിക്കുന്നതിന് ക്ലോഷർ എന്ന നടപടിക്രമം ആവശ്യമാണ്. ഇതിന് ചർച്ച അവസാനിപ്പിക്കാനും അന്തിമ വോട്ടെടുപ്പ് നിർബന്ധമാക്കാനും സെനറ്റിലെ 3/5 ഭൂരിപക്ഷ വോട്ട് അല്ലെങ്കിൽ 60 വോട്ടുകൾ ആവശ്യമാണ്. അതാണ് ഫിലിബസ്റ്റർ എന്ന് പറയുന്നത്. ഒരു ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് വൈകിപ്പിക്കുന്നതിനോ തടയുന്നതിനോ US സെനറ്റിൽ ഉപയോഗിക്കുന്ന ഒരു പാർലമെൻറ്റ് നടപടിക്രമമാണ് ഫിലിബസ്റ്റർ എന്ന് അറിയപ്പെടുന്നത്. ദ റിപ്പോർട്ട് വിച്ച് ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജനറലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ്. ഹാൽഡേൺ റിപ്പോർട്ട്, സന്താനം റിപ്പോർട്ട്, ഫൾട്ടൺ റിപ്പോർട്ട്, ഗോർവാല റിപ്പോർട്ട്. ജനറലിസ്റ്റും സ്പെഷ്യലിസ്റ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫൾട്ടൺ റിപ്പോർട്ട്. Who among the following described the state as a partnership in all sciences, a partnership in all art, a partnership in every virtue and in all perfection? താഴെ പറയുന്നവരിൽ ആരാണ് സംസ്ഥാനത്തെ എല്ലാ ശാസ്ത്രങ്ങളിലും പങ്കാളിത്തം, എല്ലാ കലകളിലും പങ്കാളിത്തം, എല്ലാ സദ്ഗുണങ്ങളിലും പൂർണ്ണതയിലും പങ്കാളിത്തം എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻസ്: എ അരിസ്റ്റോട്ടിൽ, ബി മോണ്ടസ്ക്യൂ, സി ഹെഗൽ, ഡി ബന്ദ. ആൻസർ ഓപ്ഷൻ എ ആണ്, അരിസ്റ്റോട്ടിൽ. Who among the following described the state as a partnership in all science, a partnership in all art, a partnership in every virtue and in all perfection? Answer Aristotle. The Supreme Court held that the Indian Constitution is found on the bedrock of the balance between the fundamental rights and directive principles in dash case. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ അടിത്തറയിലാണ് ഇന്ത്യൻ ഭരണഘടന കാണപ്പെടുന്നതെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ്. ഓപ്ഷൻസ്: എ മെനക ഗാന്ധി, ബി മിനർവ മിൽ, സി SR ബൊമ്മായി, ഡി ശങ്കരി പ്രസാദ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, മിനർവ മിൽ. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ അടിത്തറയിലാണ് ഇന്ത്യൻ ഭരണഘടന കാണപ്പെടുന്നതെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് മിനർവ മിൽ. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് അമേരിക്കൻ ഫെഡറൽ സിസ്റ്റം. അമേരിക്കൻ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരിച്ചറിയുക. ഓപ്ഷൻസ്: എ The powers of states are undefined but they are not unlimited. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ അവ പരിധിയില്ലാത്തതല്ല. ബി All states possesses equal rights and equal representation in the Senate. എല്ലാ സംസ്ഥാനങ്ങൾക്കും സെനറ്റിൽ തുല്യ അവകാശങ്ങളും തുല്യ പ്രാതിനിധ്യവുമുണ്ട്. സി The federal government can change the name and territory of any constitutional സ്റ്റേറ്റ്. ഫെഡറൽ ഗവൺമെൻറ്റിന് ഏതൊരു ഭരണഘടനാ സംസ്ഥാനത്തിൻ്റെയും പേരും പ്രദേശവും മാറ്റാൻ കഴിയും. ഡി The residuary powers are vested in the Senate. അവശിഷ്ട അധികാരങ്ങൾ സംസ്ഥാനത്തിൽ നിക്ഷിപ്തമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. The federal government can change the name and territory of any constitutional state. ഫെഡറൽ ഗവൺമെൻറ്റിന് ഏതൊരു ഭരണഘടനാ സംസ്ഥാനത്തിൻ്റെയും പേരും പ്രദേശവും മാറ്റാൻ കഴിയും. ഇതാണ് ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദ അമേരിക്കൻ ഫെഡറൽ സിസ്റ്റം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായവും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. എല്ലാവരും കമൻസ് ഇടുക, എന്നാലാണ് എനിക്ക് ക്ലാസ് എങ്ങനെയുണ്ട്, ഇനി ചേഞ്ച് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ എന്താണ് അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. പുതിയ ക്ലാസ്സുമായി വീണ്ടും കാണാം.